രമ്യാദാസ് തുടരുന്നുണ്ട്. നമുക്കിപ്പം രമ്യ, നമ്മൾ കുറച്ച് മുൻപ് ഈ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഇന്ധനം ചോർന്നു വരുന്ന, ഒലിച്ചു വരുന്ന ആ ഓവ് ചാലിൽ നിന്ന് ആളുകൾ ഈ ബക്കറ്റിലൊക്കെ ആ വെള്ളം ശേഖരിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഇന്ന് സംയുക്ത സമിതി അവിടെ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട്. സമിതിയുടെ സന്ദർശനം ഏത് സമയത്താണ്? ജനങ്ങൾ ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ രാത്രി വൈകിയും പ്രതിഷേധം നീണ്ടു. ഇന്ന് പ്രതിഷേധ സാഹചര്യം എന്തെങ്കിലും അവിടെ നിലനിൽക്കുന്നുണ്ടോ? ശരി, നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യം ഇന്നലെയാണ് ഈ HPCLൽ നിന്നും പെട്രോളിയം, ഈ ഡീസൽ ചോർന്ന് തുടങ്ങിയത്. അത് ഇന്നലെ ഈ തകരാറൊക്കെ പൂർണ്ണമായും പരിഹരിച്ചു കഴിഞ്ഞു എന്നായിരുന്നു അവകാശവാദം. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വിൻഡോയിൽ കാണുന്നത്, ആ ഇടതുവശത്തുള്ള വിൻഡോയിൽ കാണുന്നത് വീണ്ടും ഇന്ധന ചോർച്ച ഉണ്ടാകുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ്. വീണ്ടും ആ ഒരു ബബിൾസ് ആയിട്ട് ആ ഒരു ഇന്ധനം വരുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ വെള്ളത്തിന്റെ നിറം കാണുമ്പോൾ അറിയാം ഈ ആളുകൾ അത് കുപ്പിയിലും ബക്കറ്റുകളിലും ഒക്കെ ശേഖരിക്കുന്നുമുണ്ട്. രമ്യ തുടരുന്നുണ്ട്. രമ്യ, കേൾക്കാമെങ്കിൽ ഈ ആളുകൾ ഈ അവരുടെ ഈ ബക്കറ്റുകളിലൊക്കെ വെള്ളം ശേഖരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം തന്നെ ഈ സംയുക്ത സമിതി അവിടെ പരിശോധനയ്ക്ക് എത്തിയോ? ആ ദൃശ്യങ്ങൾ കൂടിയാണോ നമ്മൾ കാണുന്നത്? സംയുക്ത സമിതി, അതായത് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള സമിതി ഇപ്പോൾ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇന്ധന ചോർച്ച ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കുന്നത് തന്നെയാണ് അവർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ HPCL ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ തോതിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ മേഖലയിൽ ഇന്ധന ചോർച്ച വീണ്ടും ഈ ഓടകളിലെല്ലാം ചെറിയ തോതിലായിരുന്നു നമ്മൾ സേതു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ആരൊക്കെയാണ് ഈ സമിതിയിൽ ഉൾപ്പെട്ട് ആരൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് കൂടുതലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അതായത് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഈ ഗേറ്റിന് വെളിയിലുണ്ട്. കാരണം അവർക്ക് അകത്ത് കയറണം എന്നുള്ള ഇതിലാണ് അവർ അവിടെ സംസാരിക്കുന്നത്. അത് ചെറിയ തോതിൽ തന്നെ വാക്കേറ്റത്തിന് കാരണമാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, പ്രദേശവാസികളാണ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചോർച്ച ഈ പ്രദേശത്ത് ഒരു തവണയല്ല പല തവണയായി പറഞ്ഞ വിശ്വസം ഞങ്ങൾ സമരം സംശയം. എന്നിട്ട് ഇന്നിപ്പോ ഒഴുകിക്കൊണ്ടിരിക്കാൻ ഡീസൽ എത്ര പേരിലുണ്ടായി? ഇത് സമാധാനത്തിലാണ് ഞങ്ങൾ ഒച്ചട്ട് സംസാരിച്ചിട്ടില്ല. ഇന്നലെ 12 മണിക്ക് നേരം ഒച്ചട്ട് സംസാരിച്ചിട്ടില്ല. സമാധാനത്തിൽ മാത്രമാണ് പറഞ്ഞേ. ഇവിടെ നാട്ടുകാർ, പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. രമ്യ, ഇന്നലെ വൈകിയും പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ അവസാനം ആ ചോർച്ചകളെല്ലാം പരിഹരിച്ചു, സാങ്കേതിക തകരാർ പരിഹരിച്ചു എന്നുള്ളൊരു ഉറപ്പിന്മേൽ അവർ പിരിഞ്ഞുപോയി. പക്ഷേ ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് വീണ്ടും ചോർച്ചയുണ്ട്. പ്രതിഷേധ സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? സ്റ്റേറ്റ് നമ്മുടെ കളക്ടറേറ്റിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വർക്ക്, ഡെപ്യൂട്ടി കളക്ടറാണ്. അവരുടെ ഇതിന് മുമ്പ് ഒരു പരാതിയായിട്ട് ഞങ്ങൾ പോയിട്ട് വളരെ പരിഹാസത്തോടു കൂടിയിട്ടാണ് അവർ പെരുമാറിയത്. ഞങ്ങൾ അവിടെ നോക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ബോധ്യമില്ല. ഇവിടെ തൊട്ടടുത്ത് ഒരു തീപിടുത്തം ഉണ്ടായിട്ട് ഈ തീ ഇങ്ങോട്ട് പടരാൻ സാധ്യത ഉണ്ടായിട്ട് പോലും ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ആക്ഷൻ ഉണ്ടായില്ല. ഇവരെ എന്താണ് ഇങ്ങനെ ഒരു തീപിടുത്ത സമയത്ത് തൊട്ട മുമ്പിൽ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയണ്ടേ? അങ്ങനെ ആക്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യുന്നില്ല. തീവണ്ടിക്ക് പിന്നെ വിജയേട്ടൻ പറയും, തീവണ്ടിക്ക് പിന്നെ ഇവിടാണ് തീവണ്ടി തൊട്ട കിഴക്ക് ഭാഗത്താണ് തീവണ്ടിക്ക് അന്ന് തീപിടുത്തം ഉണ്ടായത്. അധികൃതർക്ക് പരാതിപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. 1.5 മാസം മുമ്പ് സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കത്ത് ഞാനിപ്പോൾ മീഡിയക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കത്ത് കൊടുക്കുകയും സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് അതിന്റെ കോപ്പി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റും ജില്ലാ കളക്ടർക്കും ഇവരുടെ സെൻട്രൽ ഓഫീസായിട്ടുള്ള ബോംബെയിലേക്കും റെയിൽവേന്റെ സെൻട്രൽ ഡിവിഷണൽ ഓഫീസിലൊക്കെ കൊടുത്തതാണ്. അതിന്റെ കോപ്പീസ് കൊടുത്താണ്. അവർക്കൊക്കെ കിട്ടിയതായിട്ട് അവർ ലെറ്റർ നമുക്ക് തിരിച്ചയച്ചു. സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനോട് 3 ആഴ്ച മുമ്പ് ഇതിന് തക്കതായിട്ടുള്ള അന്വേഷണം നടത്തി. കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വീണ്ടും ഇന്ധനം ചോരുന്നതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. അവിടെ ഇന്ധന ചോർച്ച എന്തുകൊണ്ടാണ് ഈ ഒരു വീഴ്ച, ഈ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായത് എന്നറിയാനായി സംയുക്ത സമിതി അവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഈ ജനങ്ങൾ അത്യാവശ്യം പ്രശ്നത്തിലാണ്. കാരണം ഇന്നലെയും വലിയ ചോർച്ചയുണ്ടായി, രാത്രി വൈകിയും ഒക്കെ അവിടെ പ്രതിഷേധ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ ചോർച്ച ഉണ്ടായ സാഹചര്യത്തിൽ, അത് പ്രകടമായ സാഹചര്യത്തിൽ ജനങ്ങൾ
അസ്വസ്ഥരാണ്, അവർ പ്രതിഷേധം നടത്തുന്നുണ്ട്, അവർ വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് വരാം. ഈ സമിതിയുടെ പരിശോധന കഴിയുന്ന ആ ഒരു മുറയ്ക്ക് കൂടുതൽ വാർത്തകളിലേക്ക്.